ഗായ്സ് അങ്ങനെ നമ്മളിന്ന് പോത്തുണ്ടി ഡാമിലേക്ക് വന്നിരിക്കാണ്. പണിയൊന്നുമില്ലാത്ത കാരണം ഷൂട്ടിന് വരും പറഞ്ഞ് വന്നിരിക്കാണ്. ഈ വണ്ടിക്ക് എന്താ ഒരു സൈഡ് വലിവ്. കഥാനായകൻ എന്ത് എവിടെ പുള്ളി പോയിട്ട് ബാക്കി കാഴ്ചകൾ കണ്ടിട്ട് തരാം ഗായ്സ്. എന്തോ ഇത്ര തിരക്ക് ഇവിടെ, ഫുള്ള് തിരക്കാണല്ലോ. നിങ്ങൾ കടത്തി വിട്ട അവിടുന്ന് സീൻ ക്യാമറ 42 സീന് നിങ്ങളെ കടത്തി വിട്ടില്ല അവിടുന്ന്. എന്താണ് ഒരു ഷൂട്ടിന് വന്നതാണ്. 1 2 4 5 6 7 8. എനിക്ക് ബിസിനസ് മീറ്റിംഗ് ഒന്നുമില്ല, അതുകൊണ്ട് ഞാൻ വന്നു. ഇന്നലെ പാടത്തിരുന്നല്ല വട്ടത്തില് പാലത്തിരുന്ന പോലെ ആയിരിക്കും ബിസിനസ് മീറ്റ്. അനസിക്കാന്റെ പോസ് അത് 70s. അഫ്സലേ നമുക്ക് വീഡിയോ എടുക്കാം വാ. ഇനി അവർക്ക് മാറി കഴിവുകൾ ഏജ് ലിമിറ്റ് ഉണ്ടാവും. കടക്ക് അകലെ നടന്നോ. എന്റെ കഴിവ് ഇതാണ്. ഇതില് പോയിരുന്നിട്ട് വെറുതെ ഇങ്ങനെ ആടിക്കൊണ്ടിരിക്കും. ഇതിലാ ഇറക്കി വിടും അവര്. ഇറങ്ങി പോവാൻ പറയും. ഗൾഫ് രാജ്യത്ത് ഇങ്ങനെ ഞാനും ചീത്ത പറയില്ല. ഇതൊക്കെ ചീത്ത പറയും. അറിയാണ്ട് ക്യാഷ് ഇത് എടുക്കാം. നല്ല കണ്ടന്റാണ്. ഫ്രീഷായിട്ട് പറയും. ഇതിലിരുന്ന എന്താ പറയുന്നത്, ഇതിലിരുന്ന ചീത്ത പറയുന്നല്ലേ. ഇയാൾക്ക് വേണ്ടത്ര പരിചയമില്ല തോന്നുന്നു. ഇല്ലല്ലോ ഞാൻ ഏറ്റു. ഞാനിവിടെ പോ ഒന്നിച്ച് ഉണ്ടാക്കിയതല്ലേ. വാ ഞാൻ പ്ലാൻ പറയാം. അറിയാണ്ട് ഇങ്ങനെ ക്യാഷിലായിട്ട് ഇങ്ങനെ വരിക. അത് നീങ്ങണില്ല എന്നൊക്കെ. സീസൺ ഉണ്ടാവും അപ്പുറത്ത്. അത് നോക്കാം. ഏതാ മൂട് മാറി അവിടെ നോക്ക്. വിഷു നോക്ക്, ഇത് നോക്ക്, അതിൽ നോക്കി അറിയില്ല. ലഡാക്ക് വന്ന ഫീലിംഗ് മുന്നിൽ ലഡാക്ക് പോയിണ്ട നീ. എന്താ ഇങ്ങനെ ആയിരിക്കില്ല. അല്ല എങ്ങനെയുണ്ട് ഇത് 55 വയസ്സ് കഴിഞ്ഞുള്ളവർക്ക്. ഇത് ഫുള്ള് ഇങ്ങനെ തന്നെയാണ്. പബ്ലിക് ജിം. ഓക്കെ, ഇയാള് വല്ല പണിയെടുക്കണോ? പണിയെടുക്കാണ്ട് ശീലിച്ച ഇയാള്. അതിന് നല്ലൊരു കണ്ടന്റ് മുത്തശ്ശില്ലേ. ത്തിനുള്ളിൽ കമ്മലുണ്ട്. കമ്മലില്ല വള. സിബിക്ക് ഇതിൽ കേറുമ്പോ ഒരു പാട്ടിടാ. ഇല്ല തിരുമ്പതേ
പിള്ളേർ മാത്രമല്ല പിള്ളേരുടെ മനസ്സുള്ള ഒരു കുഞ്ഞാണ്. തന്ത വയസ്സും പിള്ളേരുടെ മനസ്സും. ആരും ഓട്ടം തന്നെ ആട് നോക്കിയോ സത്യം. അത് പൊട്ടിക്കണം. നോക്കിയോ അത് വീഴും. ചാടാനായിരിക്കും ഫ്രഷ് ആയിട്ട്. ഇത്തിരി വലുതാണ് കണ്ടത്. ഹായ്. പേടിച്ച് അതങ്ങനെയല്ല, ഉള്ളിൽ കൂടെ കാലിടണം. ഇതിൽ കയറി നടക്ക്. എന്നിട്ട് എടാ ഇങ്ങനെയുള്ള റൊമാൻറ്റിക് ആയിട്ടുള്ള ചളിയൊന്നും കാര്യമില്ല. മഹി അടിക്കുന്ന പോലത്തെ ചളിയല്ലല്ലോ. ഒരുമിച്ചിരിക്കേ, 3 നേരം കൂടി ഇരിക്കാന്നാ. 3 നേരം കൂടി ഇരിക്കേ. ആ ഇത്രയും സ്ഥലമുള്ളായിട്ട് അവിടെ തന്നെ പോയി ചവിട്ടാൻ കാണിച്ചപ്പോഴോ. ശരി പോ. ആറ്റിറ്റ്യൂഡ് ഇട്ടിരിക്കാണ്. ഇങ്ങനെ ആടണം. പാട്ട് എവിടേക്കാണ്? അയ്യോ ഫ്രെയിം കൊളോക്കാൻ വേണ്ടി. അത് രണ്ടിന്റെ ഇടയിൽ നടന്നതാ. സെന്റർ കൂടെ വാ. സെന്ററിൽ പടുതന്ന വയ്യ തനിക്ക്. ഞങ്ങൾ എന്തെങ്കിലും പറഞ്ഞ അങ്ങനെ ചെയ്യള്. ബൈക്കിൽ കയറി റൗണ്ട് എടുക്കും. അല്ലേ കേറിയല്ലേ. ശരി എന്നാ സിമ്പിൾ ആയി അതിന് കയറി. തലർക്കി വീഴ്ച. ഞാനും കയറാ. ഗൈസ് അത് ഡാമേജ് ആണ്. നേരത്തെ കയറിയിട്ട് ഇത് നടക്കണത്. മുഴുവട്ടന്മാരുടെ യാലും ഇതിൽ കേറി നടക്കടാ. ഈ വള്ളി പിടിച്ച് നടക്കണം. ആ സാമിയോ നടക്ക്. ആ കുട്ടിയുടെ അടുത്തോ എന്നിട്ട് മാറാൻ പറ. ആ കുട്ടിയുടെ അടുത്ത് മാറാൻ പറയാൻ പറ. ഷബ്നാസ്ക്ക് ഒരു അഡ്വഞ്ചറിൽ കയറിയിട്ടുണ്ട്. നോക്കട്ടെ. ഒന്നില്ല അവിടെ ഓവർലോഡാണ്. നമുക്ക് മഹേന്ദ്രന്റെ തൽക്കാലത്തേക്ക് വേറെ കൂട്ടാക്കാം. മാറണം. മാറ് മാഷിയ ഞാൻ പണിക്കട്ടെ. എണിക്കട്ടെ. പൊട്ടേന്ന് വീഴും. ഞാൻ എനിക്ക് അവിടെ തട്ടു. ഇല്ലില്ല. ഗായ്സ് അങ്ങനെ നീ ഇല്ലേ, നീ ഒരു സിംഗറാണ്, പ്ലേ ബാക്ക് സിംഗറാണ്. നീ നേരെ പോണു, സ്റ്റേജിൽ കയറുന്നു, സിംഗ് ചെയ്യണം. ഓക്കെ, ഇത് കൂടെ നീ എടാ സംസാരിക്കണം. നീ സ്റ്റേജിൽ പെർഫോം ചെയ്യാൻ വരികയാണ്. അപ്പൊ അങ്ങനെ വാ. Somebody. അയ്യോ അമ്മേ, അയ്യോ. ഇങ്ങനെ
സ്റ്റേജിൽ ആളിനെ കാണാൻ വേണ്ടി പിടിക്കാൻ വേണ്ടി പോണ്. ഓക്കെ അല്ലേ? ഞാൻ കാര്യം പറയട്ടെ, ഒരാൾ ബോക്സ് ആയിട്ട് ഇങ്ങനെ നിൽക്ക്, ഫാൻ അതൊന്നും വേണ്ട, നടക്ക്. നീ നടന്ന് സ്റ്റേജിക്ക് പോണ്. ഇസൈമലയിൽ നടയാൻ തയ്യാറാ? അടുത്തതായി പ്രശസ്ത വടക്കഞ്ചേരി ഗായകൻ മഹേന്ദ്രൻ അവതരിപ്പിക്കുന്ന ഹലോ പോത്തുണ്ടി, സുഖമാണോ? അടുത്ത വിജയ് ഫാൻസിന് വേണ്ടി ഒരു സോങ്. രണ്ട് സ്റ്റെപ്പ് ഫാൻസിന് വേണ്ടി, രണ്ട് സ്റ്റെപ്പ് പ്രേക്ഷകർ എനിക്ക് പ്രശ്നമാണ്. കിടക്ക്, ഫോട്ടോ എടുത്തിരോ? കിടക്ക് കിടക്ക് കിടക്ക്, വെറുതെ കിടന്നാ നീ. ശിബിക്ക് പോയി കിടക്ക്. ഇല്ല, താഴെ പോയി കിടക്ക്. ഫോട്ടോ വേണ്ടേ? സ്റ്റോറി വേണ്ടേ? തല്ലുകൊണ്ടാലും ചിറ്റലൊപ്പം. ആരെങ്കിലും എന്തേലും പറഞ്ഞ അങ്ങനെ കിടക്കണം എല്ലാം കൂടെ. നമ്മള് ഫസ്റ്റ് പോയി മൈൻഡ് ചില്ലാക്കുന്നു. ഇത്രയും അടി വാങ്ങിയ മഹി അടി വാങ്ങിയില്ലേ? ഇയാളുടെ ഈ കണ്ടന്റ് കണ്ടുകൊണ്ട് എന്റെ പണിക്കാർക്കൊന്നും വലിയ ആടെ പോടാതൊക്കെ എന്തിനു പറഞ്ഞ. ഫസ്റ്റ് ചായ വിത്തോട്ടിട്ടാ, ഷുഗർ കട്ട് ആയതുകൊണ്ട് ജ്യൂസ് കുടിക്കാം, അത് കുഴപ്പമില്ല. ഷുഗറാ, ഇയാൾ എന്റെ പാട്ടിന് മറ്റേ കണ്ടന്റ് എടുക്കണം. ഏതാണ്? മുള്ളൂത്തിയാ? കാല് മുള്ളും കാലിക്ക് മറ്റേ കല്ല് മുള്ളും കാലിക്ക് മറ്റേ കാലും മുള്ളും. അതെവിടെ കയറിയൊന്നു? വാ ചായ കുടിക്കാം. ചായ അല്ലേ വേണ്ടേ? ബ്രിഡ്ജ് തന്നിണ്ടല്ലോ പണ്ട് പാമ്പമ്പാലത്ത്. പമ്പ എത്തിയപ്പോഴേക്കും കുളിക്ക്. മഹി മഹി അതിൽ പറക്കാം നമുക്ക്. എടാ എത്ര ചോദിച്ചോ അവിടെ അവിടെ ബില്ലാക്കണം തോന്നുന്നു. പറക്ക 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 പൈസ പൈസ എന്നാ പാപ്പ ഉള്ള കാര്യം ഓപ്പൺ ആയി പറഞ്ഞു. നമ്മളെ നോക്കാം. ഇയാളെന്ത് ചെയ്യും? സിപ്ലൈൻ പോയാ തീർന്ന്. ചേച്ചി മറ്റേ സിപ്ലൈൻ നിങ്ങളുടെ ഹെയറിലെ മുടി കേടാവും, അതുകൊണ്ട് ചുരുണ്ട മുടി കാറ്റത്ത് പറഞ്ഞ നിങ്ങളില്ലേ ഇവിടെ വെടിവെച്ചോണ്ടിരിക്കും. ആ ചേച്ചി ഒരുപാട് പേരുണ്ടോ വേലക്ക്? ഇല്ലല്ലോ. എത്ര പേരുണ്ടോ അങ്ങോട്ടും ഇങ്ങോട്ടോ? ഒറ്റ പ്രാവശ്യമുള്ളൂ. അയ്യോ ചായയൊക്കെ തരൂര്. നിങ്ങൾ താഴ്ന്ന് നോക്ക്, ഞങ്ങൾ എക്സ്പ്ലോർ ചെയ്തിട്ട് വരാം. ആ പോയി ഓടി വാട്ടാ സിബിക്ക. അല്ലല്ല ഞങ്ങള് വരുമ്പോ ഒപ്പം വാ. ഞങ്ങക്ക് ഇങ്ങനെ നോക്കണ്ടേ? രണ്ടുപേർക്കും വേണ്ടേ? ചോട്ടിലൊക്കെ അവരുടെ തുപ്പാ. അയ്യോ വഴി എവിടെ? ടിക്കറ്റ് എവിടെ? ആ വലിയ നീളമുണ്ട്. ഇത് കൂടെയാ ചെരുപ്പിടാൻ സമ്മതിക്കില്ലേ? ആ കേറി നോക്കാം നമുക്ക്. ശിബിക ഞങ്ങളിവിടെ എത്തി. ഒരേ സമയത്ത് പറക്കാൻ പറ്റില്ല.
അയ്യോ കാല് വേറെ നടങ്ങുതേ. അത് രണ്ടും ഒരുമിച്ചാണോ? സിപ്ലൈൻ ഒരുമിച്ച് പോകാൻ പറ്റില്ലേ? എന്തൊക്കെയോ പറയണു. എവിടെ അവര്? അതാ നമ്മുടെ ഫ്രണ്ട്സ്. അവര് മിസ് കൂടെ വാ, ഞങ്ങള് വരുമ്പോ ഓടി വാ, ഒരുമിച്ച് വാ. Do not cross the rope. ഇതൊക്കെ ഉണ്ടോ കയറ് തൂങ്ങുന്നത്? നമുക്ക് ഇതില്ലാണ്ട് നമ്മുടെ ശക്തി തെളിയിച്ചാൽ അവർ തല്ലടിച്ചു വീഴും. ആ വണ്ടി കിട്ടും. ആ ഇതിന്റെ ഉള്ളിൽ കൂടെ ഓടിക്കാൻ പറ്റും. ട്രാക്ക് ഉണ്ടായിരുന്നു. ഞങ്ങളപ്പുറത്തെ ട്രാക്ക് ഉണ്ടായിരുന്നു. കനാലിൽ കൂടെയാ തലകീഴായി പോയിട്ട് വീഴും. ആ ഒരുമിച്ച് പോവാം. വേണ ടിക്കറ്റ് എടുത്ത് ഇനി എന്തായാലും പോണം. ആ കുതിര സഫാരി പോലെ. ആളുടെ ഫോൺ അവിടെ നിന്നാണ്. ഞാൻ ഈ അറ്റത്ത് ഇവിടെ ഞാൻ അപ്പുറത്ത് അവനാണ്. റൈറ്റ് കമ്പി പിടിക്കാൻ പാടില്ല കേട്ടോ. പറയുന്ന സമയത്ത് ഇരിക്കണം. ഇപ്പൊ നിന്നോളൂ, രണ്ടാളും ഒരുമിച്ചല്ലേ കൂടെ. നിന്നോളൂ. മോള് കയറി ഇരുന്നോളൂ, ഫുള്ളായിട്ട് ഇരുന്നോളൂ. രണ്ടാൾക്കും കൈ വിട്ട് പോകാം. രണ്ടാൾക്കും കൈ വിട്ട് പോകാം. കൈ വിട്ട് വീഡിയോ എടുക്കുക. രണ്ടുപേർക്കും കൈ വിട്ട് വീഡിയോ എടുക്കുക. അവിടെ എത്തുന്ന സമയത്ത് ഫോണുകൾ കൈ പിടിക്കണം, കാലും പൊക്കണം കേട്ടോ. ആ എനിക്ക് വെയിറ്റ് കുറവാ. പോത്തുണ്ട് മിഷൻ കംപ്ലൈന്റ് കൈ മാറ്റിക്കും.
അറിമാ പാടാ. എന്താ പറയാ എങ്ങനെയുണ്ടായിരുന്നു? ഞാൻ ഫസ്റ്റ് പോയി, നിന്നെ കൂട്ടാതെ പോയി. എനിക്ക് എന്താ സംഭവിച്ചെന്ന് അറിയില്ല. ഇത് തലകീഴാടാ, തിരിഞ്ഞില്ലേ? നമുക്ക് അവിടത്തെ വിഷയമില്ല. നിലവിളിച്ചോണ്ടാണ് തോന്നുന്നു. നിന്റെ ശ്രദ്ധ അങ്ങോട്ട് പോയി. തിരിഞ്ഞു, ഞാൻ തിരിഞ്ഞപ്പോ അതാകെ തിരിഞ്ഞു. എന്ത് സംഭവിച്ചെന്ന് എനിക്കറിയില്ല. ഇതിൽ മനസ്സിലായത് സിഗ്നലിൽ പോയി പൈസ നഷ്ടപ്പെട്ടു, അതാണ് മനസ്സിലായത്. അയ്യോ പറ്റി, ഫോൺ കിട്ടിയില്ലേ? ഞങ്ങള് പറഞ്ഞു എറിഞ്ഞ്. അവര് വേറെ ഫാൻസ് ഫോട്ടോ ചോദിച്ചത്. എന്റെ ഫോട്ടോ ഞാൻ വൈകിട്ട് അയച്ചുതരാ പറഞ്ഞു. എന്താ അവർക്ക് ഇഷ്ടപ്പെട്ടത് തന്നെ? ഇവര് എത്ര ലേറ്റ് ആയതല്ലേലും ഇവിടെ നിന്നത്. ഞാൻ നേരത്തെ പോയി. എനിക്കാണെങ്കിൽ ഇരുന്നിട്ട് കാലത്തുള്ള കയ്യത്തുള്ള അവിടെ എടുത്ത് നോക്കണ സൈക്കിള്. മെല്ലെ പോവാനാണെങ്കിൽ നടന്നു പോയാൽ പോരെ. വേണ്ട, ഇത് നോക്ക, അവര് മെല്ലെ പോണ്. നമ്മള് കാറ്റത്ത് പോകുമ്പോ സ്പീഡിൽ പോണം, മനസ്സിലായോ? ഞാൻ കണ്ടു അത്. അതെ, കൊള്ളാം അല്ലേ? ഞാൻ ഷാമിക്ക് ടാസ്ക് ഈ വെള്ളത്തിലിറങ്ങണം, കനാലില് ഇറങ്ങിയ ഈ ക്യാപ്പ് സൗജന്യം. പിന്നെ സമ്മാനം വേണ്ടേ എന്തെങ്കിലും മത്സരം ആകുമ്പോ? കോമ്പറ്റീറ്റീവ് ആയിട്ട് ഈ പിള്ളേരെ ഇറക്കാം. ഒരു മത്സരം ഉണ്ട്, ഇറങ്ങോ ഇയാളുടെ കൂടെ? പറ്റുമോ? സിബിക് പറ. സിബിക്കിനെ ഞാൻ വേണമെങ്കിൽ പറഞ്ഞ റെഡിയാക്കാം. സിബിക്ക ചായയൊക്കെ പിന്നെ കുടിക്കാം, മത്സരം ഇവിടെ. സിബിക്ക ചായയൊക്കെ പിന്നെ കുടിക്കാം, മത്സരം ഉണ്ട് അവിടെ. ആ തൊപ്പിയാണ് സമ്മാനം. മഹിന്റെ അടുത്ത് പറയാം. മഹി ഒരു തൊപ്പിയാണ്, ഒരു ക്യാപ്പ്, തൊപ്പിയാണ് സമ്മാനം. ടാസ്ക് ചാനലിറങ്ങണം, അത്രേ ഉള്ളൂ. ആ എന്ത് കിട്ടും? ക്യാപ്പ്, തലയിലിടുന്ന ക്യാപ്പ്. കാണിച്ചുതരാം. ക്യാപ്പ് ഇതാണ്. ടാസ്ക് മഞ്ജുതാണോ? മഹേന്ദ്രനെ ടാസ്ക് ഒക്കെ ഇങ്ങനെ വിജയിക്കണം. അപ്പഴേ കണ്ടായിരുന്നു ആ കൊമ്പിക്കൂടെ നടന്നിട്ട് വീണത്. ബുദ്ധിയുള്ളവരാണ് കളിക്കാൻ. സംഗതി ആൾക്ക് മനസ്സിലായിട്ടില്ല എന്താ സംഭവം. നീ മേടിച്ചിക്കണ പോലെ തന്നെ ആള് മേടിച്ചിക്കണേ. ഇവനെന്താ ഇവിടെ? അബ്സലല്ലേ ഇത്? പണിയെടുത്തോണ്ടിരിക്കാതെ പണി. എടാ സൺഡേ ആടാ, സൺഡേ കരഞ്ഞു. കറങ്ങ്. എന്താ നിങ്ങൾ എന്നെ വിട്ടിട്ട് പോയില്ലേ? വിട്ടിട്ട് കാര്യം പറ. എന്താ കാര്യം? ഇവര് 2-3 പേരുണ്ടല്ലോ. സിംഹം പോലെ വിട്ടിരിക്കുന്നു ഞങ്ങള്. നോക്ക്, നിന്റെ അളിയനുണ്ട്, ഇത് കൊറേ ടീംസ് ഉണ്ട്, നീ ഒറ്റയ്ക്കാണ്. പറയ്. എടാ ഇയാള് ജയിച്ചു, നീ അറിഞ്ഞ? ചളി എടുക്കണേല്, കനാലിൽ വീണ് ചളി എടുക്കണേ. അത് വേണം. എന്നാ പിന്നെ അങ്ങോട്ടാക്കാം, ഈ സൈഡ് വിട്ടിട്ട് അങ്ങോട്ടാക്കാം, അപ്പുറത്ത്. അതായത് വിടാമുയർച്ചി വിശ്വരൂപ വെട്ടി. രാവിലെ KSRTCക്ക് വന്നാ മതി അവിടുന്ന്. കാര്യം പറയാം, അനസിക്ക് എപ്പോഴും വർക്ക് എടുത്തോണ്ട്. എവിടെ ആള് വർക്ക് എടുക്കണ? എവിടെ ആള്? വാങ്ങിയ പൈസക്ക് നന്ദിയുള്ള ആള്. എവിടെ ആള്? കാണാനില്ല. മേടിച്ചാൽ അയാൾ 5 മണിക്കൂർ എടുക്കും. ഫോട്ടോ കിട്ടിയില്ലേലും പോട്ടെ, പണി എടുക്കണ്ടല്ലോ. അവിടെ നോക്ക്.
അപ്പൊ ആ പാട്ടിലെടുത്താലോ? ഞാൻ നിങ്ങൾ അതിലെല്ലാം ഞങ്ങള് കളിച്ചു, ഇതിലും കളിച്ചു. ഞാൻ നിങ്ങളിങ്ങനെ എടുക്കും, ഇങ്ങനെ കറക്കും. അയ്യോ സുന്ദരി ഒന്ന് ഇവനിക്ക് എന്ത് വീഡിയോ ചെയ്തെടുക്കും. ഇവന് ലുക്ക് ഉണ്ട് ഇപ്പൊ കണ്ട, ഈ കിളിർത്ത മീശ കണ്ടാ, ക്ലീൻ ഷേവ് ചെയ്തപ്പോ ശരിക്കും ബംഗാളി. ചെറുപ്പത്തിൽ ഇങ്ങനെ ഉണ്ടായിരുന്നു. അതെ കറക്റ്റ് ആണ് സൈഡിൽ നിന്ന്. അതെ, വയറ്റിന്റെ ഉള്ളില്. കറക്റ്റ് ടൈമിൽ പൊട്ടിയേ. ഓയ് മമ്മൂട്ടി ചേട്ടാ, ഓടിപ്പോയി കറക്കിയല്ലോ. എന്തായി കുട്ടിയോടെ പിടങ്ങി പോയാ? സെറ്റാക്കിയ? അവര് ഹാപ്പിയാണോ? താങ്കൾ ഹാപ്പിയാണോ? ഓക്കെ ബൈ. ചായ വാങ്ങി തന്നവര്. അതാ ഇയാളെന്തോ അടിച്ചടാ, കാപ്പി കുടിച്ചാലോ. എന്തോ പറഞ്ഞില്ല, എസ്തറ്റിക് വിട്, പറഞ്ഞത് പറയും നമ്മളെ ഒരു ഉമ്മ കൊടുക്ക്. ഒരു ഉമ്മ കൊടുക്ക്, ശരിയാവും. പറ, എന്താ പറഞ്ഞു പറ, പറഞ്ഞത് എന്താ പറ. നമ്മളെ വിളിക്കില്ലല്ലോ. നിങ്ങൾ എന്തിനാ വന്നു ഇവിടെ? നിങ്ങൾ എന്തിനാ വന്നു പറ. സിപ്ലൈനിലൊക്കെ പോകുമ്പോ പുൽക്കൂട് മറ്റേ പാട്ടാണ്. നിങ്ങക്ക് വയ്യേ? ഇത് മറ്റേ പാട്ടാണ്. തൊഴുത്തിൽ പെയ്യും ഡിസംബർ പുൽക്കൂട്ടിൽ കിടന്ന മറ്റേ കാറ്റിൽ ഒറ്റയ്ക്ക് അപ്പുറത്തോടെ നടന്നുകൊണ്ട് നോക്കണം, നമ്മളാരും വീഡിയോ എടുക്കുന്നത്. വന്നടാ ക്രിസ്മസ് ആയടാ കേക്കുണ്ട്. ഇവനെ എങ്ങനെ ക്ലോസ് അപ്പ് ആക്കിയിട്ട് ചേട്ടൻ അവരെ മമ്മൂട്ടി അങ്ങനെ ഇന്നത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞു. അടച്ചോ, നിനക്കല്ലേ ഉള്ളൂ. മറ്റേ ഗെയിം കളിക്കുമ്പോൾ ഇടയിൽ കൂടെ വന്നില്ല ഒരാള്. എവിടെ സിനിമ മഹി കുതിര ഒരേപോലെ നമുക്ക് ഇതാ മുടിയും കണ്ട. പേടിച്ചു സിമിക്ക കുതിര മാറി, കുതിര പാട്ടും കൂടി ഉള്ളു സെറ്റ് ആക്കണായിരുന്നു. പാട്ടില്ലേ? ഒരുവൻ മുതലാണ് നല്ല വിഷയം അല്ലേ? അടിയിൽ കണ്ട ലൈറ്റ് ഒക്കെ. അതെ, ആള് കീറിടാ ഇല്ലാടി. നടന്ന സംഭവം പോലെ വേറെ ആർക്കും സംഭവമൊക്കെ ഇരിക്കട്ടെ എന്ന് ഞാൻ പറയട്ടെ. കാരണം ഫുള്ളൂക്കി എനിക്ക് കിട്ടി. അത്രേ ഉള്ളൂ ഞാൻ പറയുന്നത്. പിന്നെ ഇയാൾ അതിന്റെ ഇടയിൽ എന്തൊക്കെ ചളി അടിക്കുന്നുണ്ട്, ആരും മൈൻഡ് ചെയ്തില്ല. മൂപ്പര് എന്തോ റേഡിയോയിൽ എന്തോ പാടണ പോലെ കേൾക്കാത്തവര് പറഞ്ഞോണ്ടിരിക്കുന്നുണ്ട്. ഇയാള് വർക്കിന് വന്നിട്ട് 10 ഫോട്ടോ എടുത്തു കഴിഞ്ഞു. സംഭവം 3.5 മണിക്കൂർ. ഇക്കാന്റെ കഴിവത്. ബൈ ബൈ പറ. ഇതെന്ത് പിണങ്ങി നടക്കണേ? കണ്ണു നോക്കി സംസാരിക്കുന്നു ഫോണിന്റെ.